വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കണോ? എങ്കിൽ വേറെ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും ഈ രണ്ട് ടിപ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ആ ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ നടക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ, അതായത് ഓവുലേഷൻ കഴിഞ്ഞ് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്, അതായത് അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ചെയ്തു ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് അവർ കൂട്ടിമുട്ടി അവരുടെ സെൽ ഡിവിഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ എത്തി യൂട്രസിൽ നമുക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ കണ്ടുപിടിച്ച് അവിടെ അറ്റാച്ച് ആകുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ പിന്നീട് അങ്ങോട്ടേക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നമ്മുടെ എഗ്ഗിനും സ്പേമിനും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് അതിനൊന്ന് നറീഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗത്തേക്ക് ഉണ്ടാവണം. ഇവിടെ രണ്ടാമത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക. ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും, ഓവുലേഷനും ഇംപ്ലാന്റേഷനും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടിപ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പോമഗ്രാനൈറ്റ് ആണ്, നമ്മുടെ മാതള നാരങ്ങ. ഈ മാതള നാരങ്ങ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. മാതള നാരങ്ങ കഴിക്കുന്നത് പീരിയഡ്സിനെ ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പലരും മാതള നാരങ്ങ കഴിക്കുന്നത് കുറയ്ക്കുന്നുണ്ട്, പലരും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കുന്നത് നല്ലതാണ്. മാതള നാരങ്ങ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എടുക്കാമോ ഡോക്ടർ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. പലർക്കും അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് വേണ്ടുന്ന ഒരു ഗൈഡ് ലൈൻസ് ഡോക്ടർ ആ ഒരു സമയത്ത് നൽകുന്നതായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഈ മാതള നാരങ്ങ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്നു. പലരും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ഒരു പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂട്ടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു 3-4 കിലോ മാതള നാരങ്ങ ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിക്കില്ല. പക്ഷേ ഇത് കഴിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയിലെ വിറ്റമിൻ സി, ഫോളേറ്റ്, വിറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ വിറ്റമിൻ കെ ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ അത് നമ്മുടെ എംബ്രിയോ വളരുന്നതിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. പലർക്കും പകുതി സ്റ്റേജിൽ വെച്ചിട്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നഷ്ടമാകുന്നതിനും ഒക്കെ കാരണമാകുന്നത് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ്. അമ്മയുടെ ശരീരത്തിൽ വിറ്റമിൻസ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും അത് കുഞ്ഞിലോട്ട് എത്താതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാതള നാരങ്ങ എടുക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD ഉള്ളവർക്കും അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫോളോ എല്ലാവർക്കും ഒക്കെ അവരുടെ ശരീരത്തിൽ, അവരുടെ ഫോളിക്കിൾസിലെ ആന്റി ഓക്സിഡൻസിന്റെ അളവ് കുറവായിരിക്കും. ഇങ്ങനെ വന്നു കഴിയുന്നത് നമ്മളുടെ ശരീരത്തിലെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. അപ്പോൾ കൃത്യമായിട്ട് ആന്റി ഓക്സിഡൻസ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഈ ഒരു പോമഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ ബെനിഫിറ്റ്. പുരുഷന്മാർക്ക് അവരുടെ ജാക്കുലേഷൻ സംഭവിക്കുന്നതിന് ഒരു 2-3 ദിവസങ്ങളൊക്കെ മുൻപ് ഈ ഒരു പോമഗ്രാനൈറ്റ് മാതള നാരങ്ങ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന സെമന് കൂടുതൽ മോട്ടിലിറ്റി, അതായത് അതിന്റെ ചലനശേഷി കൂടുതലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്പേമിന്റെ മോട്ടിലിറ്റിയും അതുപോലെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ആദ്യത്തെ ടിപ്പ് ഇതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ള കാര്യം. നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ദിവസം ഉപയോഗിക്കാം, ഓവുലേഷൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീരിയഡ്സ് വരും എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഓവുലേഷൻ വരെ മാത്രം കൃത്യമായിട്ട് അത് ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നിങ്ങൾ ഡോക്ടറോട് കൂടി ചോദിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ മസ്റ്റായി ഉപയോഗിക്കേണ്ട ഒന്നാണ് ക്യാരറ്റ്. ഈ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ബീറ്റ കാരോട്ടീൻ സ്ത്രീകളിൽ മെൻസ്ട്രേഷനും ഓവുലേഷനും കൃത്യമായിട്ട് നടക്കുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. സ്ത്രീകൾക്ക് അവരുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് മെൻസ്ട്രേഷനും ഓവുലേഷനും. മെൻസ്ട്രേഷൻ, അതായത് പീരിയഡ്സ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഓവുലേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് മെൻസ്ട്രേഷൻ വരണമെന്നില്ല. ഇത് രണ്ടും ഒന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകാനായിട്ട് ക്യാരറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റമിൻ സി നമ്മുടെ എഗ്ഗിനെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ എ
അണ്ടം വളരാൻ വേണ്ടിയിട്ടും അത് നാച്ചുറലി മെച്യൂർ ആകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ്. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായി വളരുകയാണ് അടുത്തൊരു ഫേസിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചാണ് കുഞ്ഞ് വളർന്നു തുടങ്ങുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്കണാക്കി ഓരോ ഫേസിലും, അതായത് പ്രീ ഓവുലേഷൻ ഫേസിലാണെങ്കിലും ഓവുലേഷൻ ഫേസിലാണെങ്കിലും ന്യൂട്രിയൽ ഫേസിലാണെങ്കിലും ഈ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്കണാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു സപ്പോർട്ട് നമുക്ക് നൽകുന്നത് സെർവിക്കൽ മ്യൂക്കസിലൂടെയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വജൈനൽ ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവുന്നില്ല, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പേടിയായി പോവാണ്, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ, അതായത് വയറുവേദന വരുന്നു, വജൈനൽ പെയിൻ വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്നു, ചേച്ചി ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ കാര്യത്തിലാണ്. ഈ സെർവിക്കൽ മ്യൂക്കസ് ഒരു എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള, പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചറിലുള്ള നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് ആണ്. ഈ ഡിസ്ചാർജാണ് സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് നല്ലൊരു പാത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ ഫോർപ്ലേ നടത്തി വരുമ്പോഴേക്കും ഇത് നമ്മളുടെ ആ സെർവിക്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ലിക്വിഡാണ്. ആ ഒരു പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ എൻജോയബിൾ ആക്കുന്നതും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. പല സ്ത്രീകൾക്കും സെർവിക്കൽ മ്യൂക്കസ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ആകാറില്ല. അങ്ങനെ വന്നിട്ട് പ്രഗ്നൻസി ഡിലേ ആയി പോകുന്ന ഒരുപാട് പേരുണ്ട്. പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ജസ്റ്റ് കോൺസിവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, അതായത് സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിൻ കൊടുത്തിട്ട് അത് എടുത്തതുകൊണ്ട് മാത്രം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. ഈ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നമ്മൾ ക്യാരറ്റ് ഉള്ളിലോട്ട് എത്തിക്കുമ്പോഴേക്കും ഈ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി നമ്മുടെ സെർവിക്സിനെയും അതുപോലെ സെർവിക്കൽ മ്യൂക്കസിനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഹെൽത്തി ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സിനെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഫോളേറ്റ് വഴിയാണ്. ഈ ഫോളേറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫോളിക് ആസിഡും ഫോളേറ്റും ഒക്കെ നമുക്ക് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ്, നമുക്ക് വേണ്ടുന്ന വിറ്റമിൻ ആണ് ഈ ഫോളേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഈ ഫോളേറ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നത് കൊണ്ടോ നമ്മൾ പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രഗ്നന്റ് ആകും, നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ആകും. ഇത് ഡയറക്ട്ലി നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒന്നല്ല, പക്ഷേ ഇൻഡയറക്ട്ലി ഇത് മെൻസ്ട്രേഷൻ നമുക്ക് കൃത്യമാക്കി തരുന്നു, ഓവുലേഷൻ നമുക്ക് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിൽ നിന്ന് ജന്മം കൊള്ളുന്ന കുഞ്ഞിന് മറ്റുള്ള വൈകല്യങ്ങളൊന്നും ഇല്ലാതെ, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ ഒരു ഫോളേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടന്റും ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പുരുഷന്മാരിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. പുരുഷന്മാരിലെ ഇതിലെ ബീറ്റാ കാരോട്ടിനും ലിക്കോപൈനും സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ DNA ഡാമേജ് ഉണ്ടാകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നു. പുരുഷന്റെ ഫാക്ടറിൽ വരുന്ന ഒരേ ഒരു കാര്യമാണ് സെമൻ എന്ന് പറയുന്നത്. ഈ സെമന് മോട്ടിലിറ്റിയും അതുപോലെ DNA ഡാമേജും ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഹെൽത്തി ആയിട്ട് പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. DNA ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ട്രൈസോമി 30, ട്രൈസോമി 80, ഡൗൺ സിൻഡ്രോം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞിന് ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നുമാണല്ലോ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ DNA ഡാമേജ് ഉണ്ടാവുന്നത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് തരുന്നത് സ്പേമിന്റെ സ്വിം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയെ ഇത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ആ ഒരു സെർവിക്സിൽ ഡെപ്പോസിറ്റ് ആകുന്ന അല്ലെങ്കിൽ വജൈനയിലെ ആ ഒരു ഓപ്പണിംഗിൽ ഡെപ്പോസിറ്റ് ആകുന്ന ആ ഒരു സെമൻ അകത്തേക്ക് പ്രവേശിച്ചു പോകണമെങ്കിൽ, എഫിഷ്യന്റ് ആയിട്ട് പോകണമെങ്കിൽ അതിനെ സ്വിം ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം. ആ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും സെമൻ കണ്ടിട്ടുണ്ടാകും. അത് തിക്കണായിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് നിൽക്കുന്നത്. ഇത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് അലിയാനായിട്ട് തുടങ്ങും. ഒരു വാട്ടറി ഫോമിലോട്ട് ഇതങ്ങോട്ട് പോകും. ദെൻ അതിൽ നിന്ന് മില്യൺസ് ഓഫ് സ്പേം സെൽസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ഇതിന് നീന്താൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ്. നിങ്ങൾ പല ടൈപ്പ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും സെമൻ നീന്തുന്നത്. ഈവൻ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊണ്ടാണ് അങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് ഒക്കെ എനിക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ സെമന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അത് നല്ലതുപോലെ അങ്ങോട്ട് നീന്തി അങ്ങ് പോകും. അത് നീന്തി പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എഗ്ഗിന്റെ അടുത്ത് പോകാനും ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കാനായിട്ടും അത് സഹായിക്കുകയുള്ളൂ. ഇതിന്റെ ഒരു പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ സ്വിം ചെയ്യാനായിട്ടുള്ള പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാരറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു.
ഇനി ഇതെങ്ങനെയെല്ലാമാണ് നമ്മൾ ക്യാരറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റോ ഫോമിലും, അതായത് പച്ചയായിട്ടും ക്യാരറ്റ് എടുക്കാം, വേവിച്ചും ക്യാരറ്റ് എടുക്കാം, ജ്യൂസ് ആയിട്ടും ക്യാരറ്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കാം. ഒരു ദിവസം നിങ്ങൾ ഒരു ക്യാരറ്റ് കഴിച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു ലാർജ് സൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഒരെണ്ണം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. എന്നാൽ തീരെ ചെറിയ ക്യാരറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് 2 എണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ കഴിക്കുക, അല്ലാത്തൊരു സ്റ്റീം ചെയ്ത് കഴിക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഹലുവ തുടങ്ങിയ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും ഹെൽത്തി ആവില്ല. നമ്മൾ എങ്ങനെ ക്യാരറ്റ് എടുക്കുന്നു അത് ഹെൽത്തി ഫോമിലായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ആക്കി കുടിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ക്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ മറ്റുള്ള ഗുണങ്ങളെല്ലാം ഇതിൽ നിന്ന് പോകും. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പിന്നെയും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് കടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റീം ചെയ്തിട്ട് നിങ്ങളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് തോരൻ വെച്ചിട്ട്, ഇപ്പോൾ ബീൻസും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് തോരൻ വെക്കുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ രീതിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന സംശയമാണ്, ചേച്ചി ഓവുലേഷൻ സമയത്തും ഇംപ്ലാന്റേഷൻ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുക എന്നുള്ള കാര്യം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാം, ഒരു പ്രശ്നം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനും ഒരു ദിവസം ഒരു ക്യാരറ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾ അദ്ദേഹത്തിനും കൊടുക്കുന്നത് സെക്ഷൽ പെർഫോമൻസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന്റെ സെമന്റെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ കൂടെ തന്നെയും നിങ്ങൾക്കത് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.